കായംകുളം കാദിശ ഓർത്തഡോക്സ് പള്ളിയുടെ സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായവർക്കുള്ള ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പുറത്തൂട്ടേത്ത് ബെതേലിൽ യോഹന്നാൻ പള്ളിക്ക് ദാനമായി നൽകിയ 40 സെന്റ് കാദിശ നഗർ വസ്തുവിലാണ് ആദ്യ വീടിന് തറക്കല്ലിട്ടത്. കായംകുളം കദീശ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുറത്തൂട്ടേത്ത് ബെതേലിൽ യോഹന്നാൻ പള്ളിക്ക് ദാനമായി നൽകിയ 40 സെന്റ് കദീശ നഗർ വസ്തുവിലാണ് ആദ്യ വീടിന് തറക്കല്ലിട്ടത്. കാദീശ പള്ളിക്ക് വേണ്ടി അർഹരായ ആൾക്കാർക്ക് ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി സ്വല്പം സ്ഥലം എവിടെങ്കിലും വേണമെന്നും പറഞ്ഞ് ഐസക് എന്നെ സമീപിച്ചു. ആദ്യം ആ ഐസക്കിനോട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ 3 സെന്റല്ല കൂടുതൽ സ്ഥലം കൊടുക്കാമെന്ന് മനസ്സ് കാണിച്ചു. ഞാനും എൻ്റെ ധർമ്മിണിയായിട്ട് ആലോചിച്ച് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കാദീശയ്ക്ക് വേണ്ടി അർഹതപ്പെട്ടവർക്ക് സ്ഥലം, വീടില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി 40 സെന്റ് പുരയിടം വിട്ടുകൊടുത്തിരിക്കുന്നു. ദൈവം എനിക്ക് നൽകിയ നന്മയിൽ ഒരു ഭാഗം ഞാൻ കാദീശയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. 5 സെന്റ് വീതം വസ്തുവിൽ 8 വീടുകൾ നിർമ്മിച്ചു നൽകുവാനാണ് ഭവന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കണ്ണമംഗലം തെക്ക് കാദീശ നഗറിൽ ആദ്യ വീടിന്റെ ശിലാസ്ഥാപനം വികാരി ഫാദർ കോശി മാത്യു നിർവഹിച്ചു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളവും ജീവിപ്പിക്കുന്നതുമായ ശ്രീ ബാലടയാളത്താൽ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശില കാദീശന്മാരുടെ മധ്യസ്ഥതയിലും പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഭസ്മോദാബോ മുദാബുറോ വദറൂഹായോ കാദീശലഹായേ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെ 1200 നിറവിൽ പ്രശോഭിക്കുന്ന ഈ സമയത്ത് കായംകുളം കാദീശ കത്തീഡ്രൽ ഇടവാംഗമായ പുറത്തോട്ടേത്ത് യോഹന്നാനും കുടുംബവും കായംകുളം കാദീശ പള്ളിയുടെ 1200 ഭാഗമായി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാദീശ നഗർ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായി അർഹരായവർക്ക് നൽകുവാൻ തക്കവണ്ണം 40 സെന്റ് സ്ഥലം നൽകി അവിടെ ആദ്യ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനമാണ് അത് നടത്താനാണ് കടന്നു വന്നത്. അതുകൊണ്ടാണ് വളരെ സന്തോഷമുള്ള ദിവസം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. 1200 നിറവിൽ കായംകുളം കാദീശ പള്ളി അപ്രകാരം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ കായംകുളം പള്ളിയുടെ യശസ് ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം ചെയ്യുവാൻ സന്മനസ് കാണിച്ച പുറത്തോട്ടത്ത് യോഹന്നാനും കുടുംബത്തോടുമുള്ളതായ കായംകുളം കാദീശ കത്തീഡ്രലിൻ്റെ ആദരവ് അറിയിക്കുന്നു. അർഹരായവർക്ക് ഈ ഭവന വസ്തു നൽകി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഭവനം ഇന്ന് അതിൻ്റെ ശിലാസ്ഥാപനം ഇട്ടു. അതിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകത്തക്കവണ്ണമാണ് ക്രമീകരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഒരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഉതകത്തക്ക നിലയിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് ഭംഗിയായി തീരാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PC രഞ്ജി, മലങ്കര സഭയിലെ തന്നെ അത്യപൂർവമായ ചരിത്രമാണ് 1200 വർഷം ഒരു പള്ളിയുടെ പൂർത്തീകരണം പൂർത്തിയാക്കി അത് ആഘോഷപൂർവ്വം സഹസ്രോത്തര ദ്വിശതാബ്ദി കൊണ്ടാടുന്നത്. അത്തരത്തിൽ വളരെ ഉന്നതിയിൽ വളരെ പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വിവിധമായ പരിപാടികളോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീക പ്രവർത്തനങ്ങൾ, മത സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പൈതൃക കൂട്ടായ്മകൾ, വനിതാ സംഗമങ്ങൾ, മാർഗംകളി അടക്കം വലിയ പരിപാടികൾ ഓരോ മാസവും പ്രതിമാസാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ പങ്കാളിത്തം ഇടവകയിലും മലങ്കര സഭയിലും എല്ലാം നമ്മുടെ പ്രോഗ്രാമുകൾക്ക് കിട്ടുന്നുണ്ട്. കായംകുളത്തെ ജനങ്ങളാകെ തന്നെ 1200 സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ ആഘോഷങ്ങൾ ഏറ്റെടുത്ത ഒരു അവസ്ഥയിലാണ്. നമ്മളതിൻ്റെ സമാപന ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒരു വലിയ യജ്ഞമായിരുന്നു ഇവിടെ വീട് പണി പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരു വീടല്ല, 8ലധികം വീടുകൾ ഈ പ്രദേശത്ത് ഒരു സാക്ഷ്യത്തോടു കൂടി നൽകത്തക്കവണ്ണം ഭൂമി നമുക്ക് ബഹുമാനപ്പെട്ട ശ്രീ യോഹന്നാൻ സാറിൻ്റെ ഫലമായി കിട്ടിയിട്ടുണ്ട്. ഇതടക്കം ഉള്ള തുടർന്നുള്ള മുഴുവൻ പരിപാടികളിലേക്കും കായംകുളത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹായവും സഹകരണവും കാദീശ ഓർത്തഡോക്സ് കത്തീഡ്രൽ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ഇടവക കൈസ്ഥാനി PC റോയി, സെക്രട്ടറി ബിനു കോശി, ഫാദർ സന്തോഷ് വർഗീസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കോശി പുതുപ്പള്ളി, അലക്സ് കോശി, റെജി ആലക്കോട്, ദീപു അലക്സാണ്ടർ, ജോജി മോൻ, രാജു വർഗീസ്, ജോൺ ഉമ്മൻ, PC ചെറിയാൻ, ജി യോഹന്നാൻ, റോയി സക്രിയ, ലില്ലിക്കുട്ടി, സുജ റെജി എന്നിവർ നേതൃത്വം നൽകി. പുറത്തോട്ടേത്ത് ശ്രീ യോഹന്നാൻ നൽകിയ
ഈ 40 സെൻറ്റ് സ്ഥലത്ത് ആദ്യത്തെ വീടിൻ്റെ കല്ലിടൽ കർമ്മമാണ് ഇന്ന് നടന്നത്. ഇനി തുടർച്ചയായിട്ട് ഇനി 7 വീടുകൾ കൂടി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വിട്ടു തന്ന പുറത്തോട്ടത്തെ ശ്രീ യോഹന്നാൻ അവറുകളോട് കായംകുളം കാതീശ പള്ളിക്കുള്ള നന്ദി അറിയിക്കുകയാണ്. CDNet ന്യൂസ് കായംകുളം.